ടൈം ഉണ്ട് ഇനിയും. ഇപ്പോൾ ഒരു പക്ഷേ റിട്ടയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 3 സ്റ്റാർ വല്ലതും കാണും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഘട്ടം ഘട്ടം ചെല്ലും തോറും ദൈവരാജ്യം ഏതാണ്ട് ഇതുപോലെയാണ്. വെച്ചാൽ ആ 1 സ്റ്റാർ ഗ്രേസ് കൃപയുടെ 3 സ്റ്റാറുള്ളവരുണ്ടാകും. അത് ദൈവരാജ്യം ഈ ബലപ്രയോഗത്തെ വിധേയമായിരിക്കണം എന്ന് പറയാൻ കാര്യം അതാണ്. ഇപ്പോൾ ഓരോരോ ഘട്ടം ചെല്ലുന്തോറും നമുക്ക് പുതിയ ശക്തിയും പുതിയ കൃപയും, അല്ലാതെ ഈ ആദ്യത്തെ സിലബസ് തന്നെയല്ല പിന്നെ ഫോളോ ചെയ്യണത്. സിലബസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ പറയും, അയ്യോ പണ്ട് വിജയകുമാർ എന്നോട് പറയുമായിരുന്നു, എന്താണ് അച്ഛാ പ്രോബ്ലംസ് ആർ ഓൾവേസ് ഇൻ ക്യൂ എന്ന് പറയും. പ്രോബ്ലംസ് ആർ ഓൾവേസ് ഇൻ ക്യൂ. അത് ശരിയാണ്. അപ്പോൾ നമ്മൾക്കിങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ ടെസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ ടെസ്റ്റ് അനുസരിച്ചുകൊണ്ട് നമ്മൾക്കിങ്ങനെ സ്റ്റാർ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ